വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് കയ്പക്കായ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം കയ്പക്കായ വാട്ടിയെടുക്കണം. അപ്പോൾ നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് പോവാം. കയ്പക്ക കറി ഉണ്ടാക്കാനായിട്ട് കയ്പക്ക ഞാൻ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു പാനിലിടണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിൻ്റെ കനിപ്പൊന്ന് പോവാനായിട്ടാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. നമ്മൾ വെച്ച കയ്പക്കായ വെന്തു. പിന്നെ അത് നമ്മളൊരു പാത്രത്തിലെടുക്കുക, അതിൻ്റെ വെള്ളം ഇല്ലാണ്ട്. ആ വെള്ളം നമുക്കിത് കളയാം. പിന്നെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു തക്കാളി ഇടാം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടട്ടെ. അപ്പോൾ ഇത് ഞാൻ കയ്പക്കായും അതുപോലെ തക്കാളിയും കുറച്ച് ദിവസം ഇങ്ങനെ വാടാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീട്ടിൻ്റെ അതിൽ നമുക്ക് കടുകിടാം. വേപ്പില, പിന്നെ വെളുത്തുള്ളി, ഒരു 6 പോറ്റ് വെളുത്തുള്ളി ചതച്ചത്, ഒരു 10 പോറ്റ് ചുവന്നുള്ളി, ഒരു ചെറിയൊരു സവാള നീളത്തിലരിഞ്ഞത്, ഒരു 3 പച്ചമുളക്. ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം. നമ്മൾ വെച്ച സവാള, ചുവന്നുള്ളി, പച്ചമുളക് അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരക പൊടി ഇടാം. നമ്മൾ വെളിച്ചെണ്ണയിൽ മൊരിയിക്കാൻ വെച്ച കയ്പക്കായും തക്കാളിയും നേരിയതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ഇതിലിടാം. പിന്നെ അതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പകുതി എടുക്കുക. അതിൻ്റെ പകുതി നാളികേരം ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അത് വീത്താം. കുറച്ച് ഉപ്പിടാം. കയ്പക്കയും തക്കാളിയും വെച്ചപ്പോൾ നമ്മൾ അതിൽ ഉപ്പിട്ടുണ്ട്. പക്ഷെ ചാറ് വീത്തിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്. എല്ലാ കൂട്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ കയ്പക്കയ്ക്ക് ഒരു കനിപ്പോ ഒന്നുമില്ല. നമ്മൾ അതിൻ്റെ വെള്ളം കൂറ്റി കളഞ്ഞില്ലേ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പുളിയുള്ള തൈര്, അത് വീത്താം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നേരിയതായിട്ടൊന്ന് തിളച്ചാൽ നമ്മുടെ കറി റെഡിയാവും. നമ്മുടെ കറി നേരിയതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ കയ്പയ്ക്ക വെച്ചിട്ടുള്ള കറി റെഡിയായി. നമ്മുടെ കയ്പയ്ക്ക വെച്ചിട്ടുള്ള കറി റെഡിയായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.